നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറഞ്ഞ പാഠം. അതിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഡെഫിനിഷനാണ്. എന്താണ് ഹാലോ അൽക്കെയിൻ, എന്താണ് ഹാലോ അരീൻ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷനാണ്. പിന്നെ നമ്മൾ പ്രിപ്പറേഷൻ പഠിക്കും. പിന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. പിന്നെ കുറച്ച് പോളി ഹാലജൻ കോമ്പൗണ്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഈ പഠിത്തത്തിൽ പഠിക്കാനുള്ളത്. ഓരോന്നിൻ്റെ ഹാലോ അൽക്കെയിൻസിൻ്റെ ഹാലോ അരീൻസിൻ്റെ ഡെഫിനിഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, പോളി ഹാലജൻ കോമ്പൗണ്ട്സ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഹാലോ ആൽക്കെയിൻ എന്താണെന്നാണ്. ഹാലോ ആൽക്കെയിൻ, ആൽക്കെയിനും ഉണ്ട് ഹാലജനും ഉണ്ട് അല്ലേ. ഒരു ഹൈഡ്രോ കാർബൺ, ഒരു ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ. ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രൈറ്റ് ചെയിൻ കോമ്പൗണ്ട്, സ്ട്രൈറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ് ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ. അതിലൊരു ഹൈഡ്രജൻ പോകുന്നു, പകരം ഒരു ഹാലജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിനെ വിളിക്കുന്ന കോമൺ നെയിമാണ് ആൽക്കൈൽ ഹാലൈഡ്. ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ പോകുന്നു, പകരം ആര് വരുന്നു? ഹാലജൻ വരുന്നു. ഒരു ഉദാഹരണം നോക്കി, മീതേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകുന്നു, അന്നേരം നമുക്ക് എന്ത് കിട്ടി? CH3 കിട്ടി അല്ലേ. ഒരു ഹൈഡ്രജൻ പോയി, മിച്ചം 3 അല്ലേ ഉള്ളൂ. പകരം എന്ത് വരുന്നു? ഒരു ഹാലജൻ വരുന്നു. എക്സാമ്പിൾ CL. ഇതെന്തിൻ്റെ ഒരു എക്സാമ്പിളാണ്? ആൽക്കൈൽ ഹാലൈഡ് അഥവാ ഹാലോ ആൽക്കെയിൻ എക്സാമ്പിളാണ്. നോക്കി, ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു ഹാലജൻ. അന്നേരം ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? RX എന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്ന ആരോമാറ്റിക് ഹാലോ അരീൻ എന്താണെന്ന്. ഹാലോ അരീൻ ഒന്നുമില്ല, ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അതിലെ ഒരു ഹൈഡ്രജൻ പോകുന്നു, പകരം ഹാലജൻ വരുന്നു. അന്നേരം നമുക്ക് കിട്ടുന്ന സാധനമാണ് ഹാലോ അരീൻ. ഓക്കെ അല്ലേ. ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, ഹൈഡ്രജൻ പോകുന്നു, പകരം ഹാലജൻ വരുന്നു. ഉദാഹരണം ബെൻസീൻ്റെ 6 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം എന്ത് വരുന്നു? ഒരു ഹാലജൻ വരുന്നു. അതൊരു ഇതെന്തിന് എക്സാമ്പിളാണ്? ഹാലോ അരീന് എക്സാമ്പിളാണ്. ഇനി നിങ്ങളുടെ ടെസ്റ്റിൽ തുടക്കത്തിൽ കുറച്ച് ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡിൻ്റെ കുറേ ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട്സിൻ്റെ ചില ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലോറാഫെനിക്കോൾ എന്തിന് യൂസ് ചെയ്യുന്നതാണെന്ന്, ടൈഫോയിഡ് ഫീവറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ക്ലോറാഫെനിക്കോൾ. ഇനി ക്ലോറോക്യൂൻ ഉണ്ട്. അത് എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ്? മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ക്ലോറാഫെനിക്കോൾ ടൈഫോയിഡ് ഫീവർ, ക്ലോറോക്യൂൻ മലേറിയ. പിന്നെ തൈറോക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ടാക്കുന്നത്. അത് അയഡിൻ കണ്ടെയ്നിങ് ഹോർമോണാണ്. ഇനി ഹാലത്തൈൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹാലത്തൈൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ചില ഫ്ലൂറിനുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് സർജറിയിൽ. സർജറി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലോറോഫെനിക്കോൾ ടൈഫോയിഡ് ഫീവർ, ക്ലോറോക്യൂൻ മലേറിയ, തൈറോക്സിൻ അയഡിൻ കണ്ടെയ്നിങ് ഹോർമോണാണ്, ഹാലത്തൈൻ അനസ്തെറ്റിക് ആണ്, ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് എന്താണ്? ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇൻ സർജറിയാണ്. പിന്നെ ചില അയഡിനുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, അവർ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹാലോ ആൽക്കെയിൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ആദ്യം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ റിയേഷൻ വിത്ത് മെറ്റൽസ്. നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഓരോ പാഠത്തിനെ ക്ലാസിഫൈ ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് ഇത്ര റിയേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്ത് പറ്റും? ന്യൂക്ലിയോഫൈൽ, അതായത് ന്യൂക്ലിയസിനെ സ്നേഹിക്കുന്ന ആള്. ന്യൂക്ലിയസിനെ സ്നേഹിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് വേണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ എക്സസ് ആയിരിക്കണം, അഥവാ ലോൺ പെയർ വേണം. സംശയമൊന്നുമില്ലല്ലോ. അതിന് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ന്യൂക്ലിയോഫൈലിനെ സ്പ്ലിറ്റ് ചെയ്യുക. ആ തന്നിരിക്കുന്ന റിയേജന്റിനെ അഥവാ റിയാറ്റന്റിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. Na+, OH-. സംശയമൊന്നുമില്ലല്ലോ. ന്യൂക്ലിയോഫൈൽ തന്നെ ആരായിരിക്കും? നെഗറ്റീവ് ചാർജ് ഉള്ള ഇയാള്. ഈ ഹാലജൻ പോവും, എന്നിട്ട് ഈ OH- വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഇവിടെ നോക്കിയ സോഡിയം ഹാലൈഡ് വിലയിപ്പതില് NaX വിലയിൽ പോയി മിച്ചം RH. സംശയമില്ലല്ലോ. ഈ സാധനം സ്പ്ലിറ്റ് ചെയ്യും, Na+, OH- ആവും,
OH മൈനസ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പുള്ളി ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും, നേരെ കാർബണിൽ നിന്ന് അറ്റാച്ച് ചെയ്യും. ഇനി ആൽക്കൻ ഹൈഡ്രജൻ വാട്ടറും നോക്കി H+ഉം OH മൈനസും. ആ H+ ആരോട്ട് വരും? നമ്മുടെ ഹാർജനോട്ട് ചേർന്ന് HX വെളിയിൽ പോവും. പിന്നെ ഇവിടെ എന്തുണ്ട്? OH ഉണ്ട്. നമുക്ക് എന്ത് കിട്ടി? ആൽക്കഹോൾ കിട്ടി. സംശയമൊന്നുമില്ലല്ലോ. ഇനി ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അന്നേരം ഇവിടെ എന്ത് വരും? NaX വെളിയിൽ പോവും. എന്നിട്ട് ROR'. ഒരു ഓക്സിജൻ 2 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ സാധനത്തിനെ വിളിക്കുന്നവരാണ് ഈഥർ. നമുക്ക് എന്തായാലും കിട്ടുക ഈഥർ. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ് ചാർജുള്ള സാധനത്തിനെ നെഗറ്റീവ് ചാർജുള്ള സാധനത്തിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കിയുള്ളതിനെ ജോയിൻ ചെയ്ത് അങ്ങ് എഴുതുക. ഇനി ആൽക്കൻ ഹൈഡ്രൈഡിനെ സോഡിയം ഹൈഡ്രൈഡായിട്ട് ട്രീറ്റ് ചെയ്യുക. ഈ റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഏത് റിയാക്ഷനാണ്? ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ. NaX വെളിയിൽ പോയി ആൽക്കൽ ഹൈഡ്രൈഡ് കിട്ടി. അത് എന്തിന് എക്സാമ്പിളാണ്? ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷന് എക്സാമ്പിളാണ്. ആൽക്കൽ ഹൈഡ്രൈഡിനെ അമോണിയായിട്ട് ട്രീറ്റ് ചെയ്യുക. അന്നേരം ഒരു ഹൈഡ്രജൻ ഹൈഡ്രൈഡ് അങ്ങ് വെളിയിൽ പോവും. മിച്ചം 2 ഹൈഡ്രജനല്ലേ ഇവിടെ ഉള്ളൂ? ഒരു നൈട്രജൻ NH2, ഒരു ആൽക്കൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് RNH2. ഇതിനെ വിളിക്കുന്നവരാണ് പ്രൈമറി അമീൻ. RNH2 വിളിക്കുന്നവരാണ് പ്രൈമറി അമീൻ. ഇനി നമ്മൾ ഇവിടെ വരെ എത്തി. ഇനി അടുത്തത് ആൽക്കൻ ഹാലൈഡിനെ ഒരു പ്രൈമറി അമീനുമായിട്ട് ട്രീറ്റ് ചെയ്തു. ഒരു ഹൈഡ്രജൻ ഹാലൈഡ് വെളിയിൽ പോകും. സംശയമൊന്നുമില്ലല്ലോ. മിച്ചം ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഒരു നൈട്രജൻ ഉണ്ട്, പിന്നെ ഒരു R ഉണ്ട്. ഓക്കെ, ഇത്തരം അമീൻസിനെ വിളിക്കുന്നവരാണ് സെക്കൻഡറി അമീൻ. ഇനി നമ്മൾ നോക്കുന്നത് ആൽക്കൽ ഹാലൈഡിനെ ഒരു സെക്കൻഡറി അമീനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനെന്ത് പറ്റും? ഒരു ഹൈഡ്രജൻ ഹാലൈഡ് വെളിയിൽ പോകും. മിച്ചം എന്തൊക്കെ കിട്ടി? R ഉണ്ട്, N ഉണ്ട്, R' ഉണ്ട്, R" ഉണ്ട്. ഈ സാധനത്തിനെ വിളിക്കുന്നവരാണ് ടെർഷറി അമീൻ. NH2 ആണെങ്കിൽ പ്രൈമറി, NH ആണെങ്കിൽ സെക്കൻഡറി, N ആണെങ്കിൽ ടെർഷറി. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താ? ആൽക്കൽ ഹാലൈഡും പൊട്ടാസ്യം സയനൈഡുമായിട്ടുള്ള റിയാക്ഷനാണ്. ആൽക്കൽ ഹാലൈഡും പൊട്ടാസ്യം സയനൈഡുമായിട്ട് റിയേറ്റ് ചെയ്യുന്നു. നോക്കിക്കേ, പൊട്ടാസ്യം ഹാലൈഡ് വിളിപ്പോൾ പിന്നെ നമുക്ക് എന്ത് കിട്ടി? ആൽക്കൽ സയനൈഡ് കിട്ടി. സംശയമൊന്നുമില്ലല്ലോ. ആൽക്കൽ ഹാലൈഡിനെ സിൽവർ സയനൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുമായിരിക്കും? AgX വെളിയിൽ പോകും. എന്നിട്ട് CN വന്ന് അറ്റാച്ച് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആൽക്കൽ സയനൈഡാണ്, പക്ഷേ നമുക്കതല്ല കിട്ടുന്നത്. പകരം ആൽക്കൽ ഐസോസയനൈഡാണ്. ഇനി അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇനി അടുത്ത റിയാക്ഷൻ നോക്കി. ആൽക്കൽ ഹാലൈഡിനെ പൊട്ടാസ്യം നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പൊട്ടാസ്യം ഹാലൈഡ് വെളിയിൽ പോകും. നമുക്ക് RONO കിട്ടും. ഇതിനെ വിളിക്കുന്നവരാണ് ആൽക്കൈൽ നൈട്രേറ്റ്. ഓക്കെ ആണല്ലോ. ആൽക്കൈൽ ഹാലൈഡിനെ സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അന്നേരം നമുക്ക് കിട്ടുന്നത് RNO2 ആണ്. AgX വെളിയിൽ പോകും. ബാക്കിയുള്ള ആൽക്കലും നൈട്രോ ഗ്രൂപ്പും കൂടി വരും, NO2 കൂടി വരും. അതിനെ വിളിക്കുന്നവരാണ് നൈട്രോ ആൽക്കൈൻ. ഇത് ആൽക്കൽ നൈട്രേറ്റ്, ഇത് നൈട്രോ ആൽക്കൈൻ. എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പൊട്ടാസ്യം സയനൈഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അയോണിക് കോമ്പൗണ്ടാണ്. അന്നേരം അത് സ്പ്ലിറ്റ് ചെയ്ത് K+CN- CN- അന്നേരം ആൽക്കൽ ഗ്രൂപ്പിലോട്ട് അറ്റാച്ച് ചെയ്യും. അന്നേരം 2 രീതി അറ്റാച്ച് ചെയ്യാം. ഒന്നെങ്കിൽ കാർബൺ വന്ന് അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ നൈട്രജൻ വന്ന് ഇവിടുത്തെ കാർബണോട് അറ്റാച്ച് ചെയ്യും. ഒന്നെങ്കിൽ ഈ കാർബണോട് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നൈട്രജനോട് അറ്റാച്ച് ചെയ്യാം. പക്ഷെ കാർബൺ ബോണ്ടാണ് കൂടുതൽ സ്റ്റേബിൾ ദാൻ കാർബൺ നൈട്രജൻ ബോണ്ട്. സോ എന്ത് പറ്റും? ഈ കാർബൺ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും, ആൽക്കലിലോട്ട് കാർബൺ വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അതായത് നമുക്ക് ആൽക്കൽ സയനൈഡ് ആയിരിക്കും കിട്ടുക. ഇനി AgCN ആണെങ്കിലോ ഇത് എന്താണ്? കോവലന്റ് ആണ്. അതുകൊണ്ട് സയനൈഡ് അയൺസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കത്തില്ല. അന്നേരം മിച്ചം അവിടെ റിയാക്ഷനെ പങ്കെടുക്കുന്നത് C ട്രിപ്പിൾ ബോണ്ട് തന്നെയല്ലേ. നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റിലെ 5 ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോൺ വെച്ച് ബോണ്ടിങ് പങ്കെടുത്ത് മിച്ച 2 ഇലക്ട്രോൺ, അതായത് ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ കാരണമാണ് ഇവിടെ അറ്റാച്ച്മെന്റ് നടക്കുന്നത്, അല്ലാതെ ഫ്രീ സയനൈഡ് അയോൺസ് ഉള്ളത് കൊണ്ടല്ല. അതുകൊണ്ടാണ് ആൽക്കൽ ഐസോസയനൈഡ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. കാര്യം ഫ്രീ ആയിട്ട് സയനൈഡ് അയോൺസ് ഇല്ല, അതുകൊണ്ട് ഇഷ്ടമുള്ളതിന് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെയും സിൽവർ നൈട്രേറ്റിൻ്റെയും കേസ്, ഈ സാധനം അയോണിക് ആണ്, ഇത് കോവലന്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത്
ഇങ്ങനെ രണ്ട് രീതി അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ സയനൈഡ് ആണെങ്കിൽ കാർബൺ വഴി ലിങ്ക് ചെയ്യാം, നൈട്രജൻ വഴി ലിങ്ക് ചെയ്യാം. അത്തരം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽഫിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുക. അത്തരം ന്യൂക്ലിയോഫൈലിനെ വിളിക്കുന്ന പേരാണ് ആൽഫിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ. അതിന് എക്സാമ്പിളാണ് സയനൈഡ്, നൈട്രോ ഗ്രൂപ്പ്, അതൊക്കെ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എവിടെ വരെ എത്തി? സിൽവർ നൈട്രേറ്റ് വരെയായി. ഇനി നമുക്ക് എന്താ വേണ്ടേ? സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. സിൽവർ ആൽക്കലി ഹാലൈഡും സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ RCOOH ആണ്. അതിനകത്ത് ഹൈഡ്രജൻ മാറിയിട്ട് സിൽവർ വരുന്നു, AG വരും. നോക്കിക്കേ, ഒരു AgX വിലയിൽ പോയില്ലേ? പിന്നെ നമുക്ക് എന്ത് കിട്ടി? R ഉണ്ട്, COO ഉണ്ട്, ആർദ്രാശമുണ്ട്. ഈ സാധനത്തിന് വിളിക്കുന്നവരാണ് എസ്റ്റർ. എന്താണ്? എസ്റ്റർ. ഇനി ആൽക്കലി ഹാലൈഡിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡായിട്ട് ട്രീറ്റ് ചെയ്യുക. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് നമുക്കറിയാം എന്താണ്? റെഡ്യൂസിങ് ഏജന്റ്. ആ സാധനം എന്തിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും? ഹൈഡ്രജനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ഈ ഹാലജൻ പോയിട്ട് വേറെ എന്ത് വരും? ഹൈഡ്രജൻ വരും. അതായത് നമുക്കൊരു ഹൈഡ്രോ കാർബൺ അഥവാ ആൽക്കേനെ കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. പിന്നെ അടുത്ത് നോക്കിക്കേ, ആൽക്കലി ഹാലൈഡിന് ഒരു മെറ്റലും ആൽക്കലി ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടും അതുമായിട്ട് ട്രീറ്റ് ചെയ്ത് എന്ത് വരും? മെറ്റൽ ഹാലൈഡ് വിലയിൽ പോകും. പിന്നെ എന്തൊക്കെയുണ്ട്? ആറുണ്ട്, ആറാശമുണ്ട്. അതായത് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഹൈഡ്രോ കാർബൺ അഥവാ ആൽക്കേൻ തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്ന ക്ലാസിഫിക്കേഷനാണ്. ഹാലോ ആൽക്കേൻസിന്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം. എത്ര ഹാലജൻ ആറ്റം ഉണ്ട് എന്നതിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. രണ്ട്, ആ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് കാർബൺ ഇൻ വിച്ച് ഹാലജൻ ഈസ് അറ്റാച്ച്ഡ്. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പം CH3Cl, CH2, Cl2, CH. ഇവിടെ നോക്കിയേ, എല്ലാം എന്താണ്? ആൽക്കലി ഹാലൈഡാണ്. ആൽക്കലി ഗ്രൂപ്പും ഉണ്ട്, ഹാലജനും ഉണ്ട് അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ. ഒരു ഹാലജനോ ഉള്ളെങ്കിൽ നമ്മൾ വിളിക്കും മോണോ ഹാലോ ആൽക്കേൻ. മോണോ ഹാലോ ആൽക്കേൻ. രണ്ട് ഹാലജൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡൈ ഹാലോ ആൽക്കേൻ. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ട്രൈ ഹാലോ ആൽക്കേൻ. നാലെണ്ണം ആണെങ്കിൽ ടെട്രാ ഹാലോ ആൽക്കേൻ. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. മോണോ, ഡൈ, ട്രൈ, ടെട്ര. ഇതേപോലെ തന്നെ നമുക്ക് ഹാലോ അരീനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ഹാലജനോ ഉണ്ടെങ്കിൽ മോണോ, രണ്ടെണ്ണം ഉണ്ടെങ്കിലോ ഡൈ, മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ട്രൈ, അങ്ങനെ അങ്ങ് കൊണ്ടിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് കാർബൺ ഇൻ വിച്ച് ഹാലജൻ ഈസ് അറ്റാച്ച്ഡ്. അതല്ലേ നമുക്ക് നോക്കേണ്ടത്. ഹാലജൻ ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. എന്താണ് പ്രൈമറി ഹാലോ ആൽക്കേൻ എന്ന് നോക്കാം. പ്രൈമറി ഹാലോ ആൽക്കേൻ, ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നത് പ്രൈമറി കാർബണിലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി ഹാലോ ആൽക്കേൻ എന്ന് വിളിക്കും. ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നത് പ്രൈമറി കാർബൺ ആണെങ്കിൽ നമ്മൾ പ്രൈമറി ഹാലോ ആൽക്കേൻ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് CH3, CH2, C. ഇവിടെ നോക്കിക്കേ, ഈ കാർബൺ ഡയറക്ട്ലി ഒറ്റ കാർബണോടല്ലേ അറ്റാച്ച് ആയിട്ടുള്ളൂ. അന്നേരം ഈ കാർബൺ എന്താ? പ്രൈമറി കാർബൺ. പ്രൈമറി കാർബണിലോട്ടാണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി ഹാലോ ആൽക്കേൻ എന്ന് വിളിക്കും. ഇനി സെക്കൻഡറി ഹാലോ ആൽക്കേൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡറി ഹാലോ ആൽക്കേൻ വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, ഈ കാർബൺ രണ്ട് കാർബണോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാർബൺ എന്തായിരിക്കും? സെക്കൻഡറി കാർബൺ ആയിരിക്കും. ഈ കാർബൺ രണ്ട് കാർബണോട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കാർബൺ സെക്കൻഡറി കാർബൺ ആണ്. സെക്കൻഡറി കാർബൺ ആണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? സെക്കൻഡറി ഹാലോ ആൽക്കേൻ. ഇനി ടെർഷറി ഹാലോ ആൽക്കേൻ എന്തായിരിക്കും? ടെർഷറി കാർബണിലോട്ടായിരിക്കും ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കിയേ, ഈ കാർബൺ മൊത്തം എത്ര കാർബണോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? 1, 2, 3. 3 കാർബണോട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കാർബണിലോട്ടാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അന്നേരം ഇത്തരം ഹാലോ ആൽക്കേനെ എന്ത് വിളിക്കും? ടെർഷറി ഹാലോ ആൽക്കേൻ എന്ന് വിളിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി മനസ്സിലായില്ല. ഇനി നമ്മൾ നോക്കുന്ന അല്ലൈലിക്ക്, വിനൈലിക്ക്. അല്ലൈലിക്ക്, വിനൈലിക്ക്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് തൊട്ടടുത്തുള്ള കാർബണെ വിളിക്കുന്ന പേരാണ് അല്ലൈലിക് കാർബൺ. അല്ലൈലിക് കാർബൺ. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് തൊട്ടടുത്തുള്ള കാർബണെ വിളിക്കുന്ന പേരാണ് അല്ലൈലിക് കാർബൺ. ഇത് അന്നേരം ഒരു അല്ലൈലിക് കാർബൺ എക്സാമ്പിൾ അല്ലേ. ഇവിടെ നോക്കിയേ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ, ഡബിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ നമ്മൾ അത്തരം കാർബണെ വിളിക്കുന്ന പേരാണ് വിനൈലിക് കാർബൺ. എന്ത് വിളിക്കും? വിനൈലിക് കാർബൺ.
ഈ അല്ലേലിക് കാർബണിലാണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അല്ലേലിക് ഹാലൈഡ് എന്ന് വിളിക്കും. ഇനി അല്ലേലിക് ഹാലൈഡ്. ഇനി വിനൈലിക് കാർബണിലാണെങ്കിലോ വിനൈലിക് ഹാലൈഡ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ അല്ലാത്ത കാർബൺ അഥവാ തൊട്ടടുത്തുള്ള കാർബൺ അതിനെ വിളിക്കുന്നവരാണ് അല്ലേലിക് ഹാലൈഡ്. അല്ലാത്ത കാർബൺ അതാണ് അല്ലേലിക് ഹാലൈഡ്. ഇനി കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലാണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ എന്ത് നമ്മൾ വിളിക്കും? വിനൈലിക് ഹാലൈഡ് എന്ന് വിളിക്കും. അത് മനസ്സിലായല്ലോ? ഇനി ബെൻസൈലിക് ഹാലൈഡ്. ബെൻസൈലിക് ഹാലൈഡ്. ബെൻസൈലിക് ഹാലൈഡ് എന്താണെന്ന് വെച്ചാൽ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിനോട് അറ്റാച്ച് ചെയ്യുന്ന കാർബണെ വിളിക്കുന്നവരാണ് ബെൻസൈലിക് കാർബൺ. ബെൻസീൻ റിംഗിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന കാർബണെ വിളിക്കുന്നവരാണ് ബെൻസൈലിക് കാർബൺ. അതിലോട്ടാണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ബെൻസൈലിക് ഹാലൈഡ് എന്ന് വിളിക്കും. ബെൻസീൻ റിംഗിനോട് അറ്റാച്ച് ചെയ്യുന്ന കാർബണാണ് ബെൻസൈലിക് കാർബൺ. അതിലോട്ടാണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ബെൻസൈലിക് ഹാലൈഡ് എന്ന് വിളിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. പ്രിപ്പറേഷനകത്ത് ഇനി നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീനാണ്. പ്രധാനമായിട്ടും 3 മെത്തേഡിൽ നിന്ന് നമുക്ക് ഹാലോ ആൽക്കീൻസിനെ ഉണ്ടാക്കാൻ പറ്റും. 1 ആൽക്കഹോളിൽ നിന്ന് ഉണ്ടാക്കാം, 2 ഹൈഡ്രോ കാർബണിൽ നിന്ന് ഉണ്ടാക്കാം, 3 ഹാലജൻ എക്സ്ചേഞ്ച് വഴി ഉണ്ടാക്കാം. ആൽക്കഹോൾ, ഹൈഡ്രോ കാർബൺ, ഹാലജൻ എക്സ്ചേഞ്ച്. ഇതിൽ ആൽക്കഹോൾ ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ആൽക്കഹോളിനെ ചുമ്മാ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിംഗ്ലോറൈഡ് ഓയിൽ. ഓക്കെ ആണല്ലോ? ആൽക്കഹോളിനെ ചുമ്മാ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്, HOH, അതായത് H2O, വാട്ടർ വെളിയിൽ പോകും അല്ലേ? വാട്ടർ വെളിയിൽ പോയി, മിച്ചം ആൽക്കൽ ഗ്രൂപ്പ് കൊണ്ട് ഹാലജൻ ഉണ്ട്. നമുക്ക് എന്ത് കിട്ടി? ആൽക്കൽ ഹാലൈഡ് കിട്ടി. ഇനി ആൽക്കഹോളിനെ സോഡിയം ബ്രോമൈഡും സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആൽക്കഹോളിനെ സോഡിയം ബ്രോമൈഡും സൾഫ്യൂരിക് ആസിഡ്. നിങ്ങൾ നോക്കണം, ഈ സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് H+ഉം HSFR- ആവുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് Na+ഉം Br- ആയി. ഈ Na+ഉം HSFR- കൂടി ചേർന്ന് സോഡിയം ബൈസൾഫേറ്റ് അങ്ങ് വെളിയിൽ പോകും. സോഡിയം ബൈസൾഫേറ്റ് വെളിയിൽ പോയി. ഇനി ഇവിടെ Br- മിച്ചമുണ്ട്. ഈ HSFR കഴിഞ്ഞു, സോഡിയം കഴിഞ്ഞു, ഇനി ആരൊക്കെ ഉണ്ട്? Br- ഉണ്ട്, H+ ഉണ്ട്. ഇവിടുത്തെ ആൽക്കഹോളിലെ OHും ഈ H-ഉമായിട്ട് പോയി വാട്ടർ അങ്ങ് വെളിയിൽ പോകും. വാട്ടർ വെളിയിൽ പോയി, മിച്ചം എന്തൊക്കെ ഉണ്ട്? ആൽക്കൽ ഗ്രൂപ്പും ഉണ്ട്, ബ്രോമിനും ഉണ്ട്. ആൽക്കൈൽ ഹാലൈഡ് കിട്ടിയില്ലേ? ഇനി ആൽക്കഹോളിനെ ഫോസ്ഫറസ് ട്രൈ ഹാലൈഡ് അല്ലെ ഫോസ്ഫറസ് പെൻഡാ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഹാലോ ആൽക്കീനായിരിക്കും കിട്ടുക. ആൽക്കഹോളിനെ ഫോസ്ഫറസ് ട്രൈ ഹാലൈഡ് അല്ലെ ഫോസ്ഫറസ് പെൻഡാ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൽ ഹാലൈഡ് കിട്ടും. ഹാലജൻ ചുമ്മാ അങ്ങ് കയറും, ആ OH അങ്ങ് വരെ കിട്ടും. അത്രയുള്ള സംഭവം. ഇനി ഈ റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എവിടെ പഠിക്കും? P ബ്ലോക്കിൽ പഠിക്കുന്നുണ്ട്. ഇനി ആൽക്കഹോളിനെ ഈ ഫോസ്ഫറസ് ട്രൈ ഹാലൈഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഫോസ്ഫറസ് ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ പോരെ? റെഡ് ഫോസ്ഫറസ് ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഫോസ്ഫറസ് ട്രൈ ഹാലൈഡ് കിട്ടും. അന്നേരം അത് ഇതുമായിട്ട് റിയേറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ഇതാണ് എടുക്കുന്നതെങ്കിൽ ഈ റിയാക്ഷൻ മിക്സ്ചറിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ സാധനമാണ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ഇൻസിറ്റീവ് മെത്തേഡാണ്. അതായത് ആ റിയാക്ഷൻ മിക്സ്ചറിലാണ് ആക്ച്വൽ റിയേജന്റ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ബോർഡ് എക്സാമിനും ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിച്ച ഒരു റിയാക്ഷനാണ് ആൽക്കഹോളും തൈനൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ആൽക്കഹോളും തൈനൈൽ ക്ലോറൈഡ് എന്തൊക്കെ കിട്ടുമായിരിക്കും? ഒരു HCl വെളിയിൽ പോകും അല്ലേ? പിന്നെ SO2 വെളിയിൽ പോയി, മിച്ചം എന്തുണ്ട്? R ഉണ്ട്, Cl ഉണ്ട്. നമുക്ക് എന്ത് കിട്ടി? ആൽക്കൈൽ ഹാലൈഡ് കിട്ടി. ഇവിടെ പോകുന്ന SO2ഉം HClഉം ഗ്യാസാണ്. അത് ഈസിലി അങ്ങ് എസ്കേപ്പ് ചെയ്ത് പൊക്കോളും. അതുകൊണ്ട് ഇതാണ് ബെസ്റ്റ് പ്രിഫറബിൾ മെത്തേഡ് അഥവാ മോസ്റ്റ് പ്രിഫറബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. കാര്യം നമുക്ക് കിട്ടുന്ന പ്യുവർ കോമ്പൗണ്ടാണ്. ബാക്കിയുള്ള ബൈ പ്രൊഡക്ട്സ് എല്ലാം എന്ത് ചെയ്തു പോകും? ഗ്യാസായിട്ട് വെളിയിലോട്ട് പൊക്കോളും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രോ കാർബണിനെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഹൈഡ്രോ കാർബണിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ 1 നമുക്ക് എവിടെ നിന്നുണ്ടാക്കാം? ആൽക്കൈനിൽ നിന്നുണ്ടാക്കാം. 2 ആൽക്കീനിൽ നിന്നുണ്ടാക്കാം. ആൽക്കൈനിൽ നിന്നുണ്ടാക്കാം. ആൽക്കൈനിൽ നിന്നുണ്ടാക്കുന്നത് ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ വഴിയാണ്. ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ അത് ഞാൻ എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? ഹൈഡ്രോ കാർബണിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുക, ഇംപ്രസസ് ഓഫ് UV ലൈറ്റ്, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. അത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ആൽക്കീനിൽ നിന്ന് 2 രീതി നമുക്ക് ഉണ്ടാക്കാം. 1 ആൽക്കീനെ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ ആൽക്കീനെ ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ?
അന്നേരം ഒരു ഹൈഡ്രജൻ ഇവിടെ വരും, ഒരു ഹാലജൻ ഇപ്പുറത്തും അറ്റാച്ച് ചെയ്യും. ഇത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അന്നേരം മാർക്കോണിക്കോസ് റൂളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ എവിടെ പോയി നോക്കുക, ആ ഹൈഡ്രോ കാർബൺസ് പാടത്ത് നോക്കുക. ഇനി ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കേസും ഞാൻ ഹൈഡ്രോ കാർബൺസ് പഠിപ്പിച്ചതാ. ഈ ഡബിൾ ബോണ്ട് പൊട്ട് വന്നിട്ട് സിംഗിൾ ബോണ്ട് ആകും, 2 ഹാലജൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്, സംശയം ഒന്നുമില്ലല്ലോ. ഇതും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഈ സെക്ഷൻ ഫുള്ള് അന്നേരം നിങ്ങൾ ഇവിടെ നോക്കണം. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ പാഠം നോക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാലജൻ എക്സ്ചേഞ്ച്. ഹാലജൻ എക്സ്ചേഞ്ച് നമുക്ക് മെയിൻലി 2 റിയാക്ഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും 2 ഷോർട്ട്സ് റിയാക്ഷനും. ഫിംഗൽസ്റ്റീനും ഷോർട്ട്സും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മൂന്നാമത് ഹാലജൻ എക്സ്ചേഞ്ച് ആണ്. അതിൽ ആദ്യത്തെയാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം അയോഡൈഡായിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് സോഡിയം ഹാലൈഡ് വെളിയിൽ പോവും, പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ട് അയഡിനും ഉണ്ട്. നമുക്ക് എന്ത് കിട്ടി, ആൽക്കൈൽ അയോഡൈഡ് കിട്ടി. ഇതാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഇനി അടുത്ത റിയാക്ഷൻ ആണ് ഷോർട്ട്സ് റിയാക്ഷൻ. ഷോർട്ട്സ് റിയാക്ഷൻ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ഏതെങ്കിലും ഒരു മെറ്റാലിക് ഫ്ലൂറൈഡ്, ഇപ്പോൾ സിൽവർ ആകാം, മെർക്കുറി ആകാം, ആൻറ്റിമണി ആകാം, ഏതെങ്കിലും ഒരു മെറ്റാലിക് ഫ്ലൂറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അതിൽ എന്ത് വിലയിൽ പോകും, സിൽവർ ഹാലൈഡ് വിലയിൽ പോകും, മിച്ചം എന്ത് കിട്ടും, ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടും. ഇതാണ് എന്ത് റിയാക്ഷൻ, ഷോർട്ട്സ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം അയോഡൈഡ് ട്രീറ്റ് ചെയ്ത ആൽക്കൈൽ അയോഡൈഡ് കിട്ടും, അതാണ് ഫിംഗൽസ്റ്റീൻ. ആൽക്കൈൽ ഹാലൈഡിനെ സിൽവർ ഫ്ലൂറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടും, അതാണ് ഷോർട്ട്സ് റിയാക്ഷൻ. അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസിൽ ആദ്യമേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും, മെൽറ്റിംഗ് പോയിന്റ് കൂടും, ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് കുറയും, ബോയിലിംഗ് പോയിന്റ് കുറയും. ഡെൻസിറ്റി മാസ് ബൈ വോളിയം അല്ലേ, മാസ് കൂടിക്കഴിഞ്ഞാൽ അന്നേരം എന്തും കൂടും, ഡെൻസിറ്റി കൂടും. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതും സോലബിലിറ്റി ഇൻ വാട്ടർ കുറയും, സോലബിലിറ്റി ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് കൂടും. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെത് നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നതിന് മുമ്പ് കാർബൺ ഹാലജൻ ബോണ്ടിന്റെ നേച്ചർ എന്ന് പറയണം. കാർബൺ ഹാലജൻ ബോണ്ടിന്റെ സ്വഭാവം നമുക്ക് നോക്കാം. ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ കാർബൺ ഉണ്ട്, ഹാലജൻ ഉണ്ട്, അവർ തമ്മിൽ ഒരു ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നേരം നമുക്കറിയാം കാർബണെ അപേക്ഷിച്ച് ഹാലജന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. കാർബണെ അപേക്ഷിച്ച് ഹാലജന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അന്നേരം ഷെയ്ഡ് വെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഹാലജൻ തൻ്റെ സൈഡിലേക്ക് പിടിച്ച് വലിക്കത്തില്ലേ, അന്നേരം ഹാലജൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും കാർബൺ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ ഉള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്നവരാണ് പോളാർ കോമ്പൗണ്ട്സ്. പോളാർ കോമ്പൗണ്ട്സ് അല്ലേ, പോളാർ കോമ്പൗണ്ട്. കാര്യം ഇവിടെ ഒരു പൊളാരിറ്റി ഉണ്ട്. ഇത് ഓർഗാനിക് ആയതുകൊണ്ട് പോളാർ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് നമ്മൾ വിളിക്കും, പോളാർ ഓർഗാനിക് കോമ്പൗണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട കേസ്, ഒരു ന്യൂക്ലിയർ ഫൈൽ വരുവാന്ന് വെച്ചോ. ന്യൂക്ലിയർ ഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനെ സ്നേഹിക്കുന്ന ആൾ. ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ന്യൂട്രോണ് ചാർജ് ഇല്ല, അത് നമ്മൾ നോക്കണ്ട. അന്നേരം പുള്ളിക്കാരൻ ആരെയായിരിക്കും സ്നേഹം, പ്രോട്ടോണ് അഥവാ പോസിറ്റീവ് ചാർജിന്. അന്നേരം ന്യൂക്ലിയർ ഫൈൽ വരുവാണെങ്കിൽ എവിടെ ആയിരിക്കും അറ്റാച്ച് ചെയ്യാൻ ചാൻസ് കൂടുതൽ, ഇവിടെ അറ്റാച്ച് ചെയ്യുമോ ഇവിടെ അറ്റാച്ച് ചെയ്യുമോ, ഇവിടെ അറ്റാച്ച് ചെയ്യത്തുള്ളൂ. കാര്യം എന്താ, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അന്നേരം ന്യൂക്ലിയർ ഫൈൽ വരുവാണെങ്കിൽ ഈ കാർബണിലോ അറ്റാച്ച് ചെയ്യത്തുള്ളൂ. ഇനി ബോണ്ട് ലെങ്ത്, ബോണ്ട് എൻതാൽപ്പി, ഇത് രണ്ടും എങ്ങനെ വേരി ചെയ്യുന്നു നമുക്ക് നോക്കാം. ബോണ്ട് ലെങ്ത്, ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് ലെങ്തും ബോണ്ട് എൻതാൽപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ബോണ്ട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പി കുറയും, ബോണ്ട് എൻതാൽപ്പി കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് ലെങ്ത് കുറയും, എങ്ങനെയാണെങ്കിലും. ഇനി ആൽക്കൈൽ ഫ്ലൂറൈഡ്, ആൽക്കൈൽ ക്ലോറൈഡ്, ആൽക്കൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ അയോഡൈഡ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഫ്ലൂറിനാണ് സൈസ് കുറവ്, ക്ലോറിന് അതിനേക്കാൾ സൈസ് കൂടുതലാണ്, ബ്രോമിന് അതിനേക്കാളും കൂടുതലാണ്, അയഡിന് അതിനേക്കാളും കൂടുതലാണ്. കാരണം സൈസ് കൂടുന്തോറും സെൻറ്ററും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. ഡിസ്റ്റൻസ് കൂടുന്തോറും ആരതിൻ്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അന്നേരം ആർക്കായിരിക്കും സൈസ് കൂടുതൽ, ആൽക്കൈൽ അയോഡൈഡ് തന്നെയല്ലേ. കാര്യം എന്താ, അയോഡിൻ്റെ സൈസാണ് മാക്സിമം. അന്നേരം ബോണ്ട് ലെങ്ത് മാക്സിമം ആൽക്കൈൽ അയോഡൈനാണ്, ബോണ്ട് ലെങ്ത് മിനിമം ആൽക്കൈൽ ഫ്ലൂറൈഡിനാണ്. അതിന് നേരെ തിരിച്ചായിരിക്കും ബോണ്ട് എൻതാൽപ്പി വരും. ബോണ്ട് എൻതാൽപ്പി ഇതിന് കൂടുതലും ഇതിന് കുറവായിരിക്കും. ഓക്കെ ആയല്ലോ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എലിമിനേഷൻ റിയാക്ഷനാണ്.
എലിമിനേഷൻ റിയേഷനിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ ആൽക്കഹോളിക് KOH വഴി ട്രീറ്റ് ചെയ്യുന്നു. ആൽക്കഹോളിക് KOH എവിടെ കണ്ടാലും ഞാൻ ഹൈഡ്രോ കാർബണെ പറഞ്ഞു ഓർക്കണം? ബീറ്റ എലിമിനേഷൻ ഓർക്കണം. അന്നേരം ഇവിടെ എന്ത് പറ്റും? ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ, ആൽഫ കാർബൺ, തൊട്ടിപ്പുറത്തെ കാർബൺ ബീറ്റ കാർബൺ. ഹാലജനും പോകും, ബീറ്റ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും. ബീറ്റ കാർബണിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഈ റിയാക്ഷനെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അന്നേരം എന്ത് പറ്റി? CH3 ആയി, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി CH ആയി, ഇവിടുത്തെ ഹാലജൻ പോയി, ഒരു വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഡബിൾ ബോണ്ട്. നമുക്ക് എന്ത് കിട്ടി? ആൽക്കീൻ കിട്ടി. ഇതിലെ മേജർ പ്രോഡക്റ്റ് വരുന്ന എങ്ങനെയാണെന്ന് നോക്കുന്നത് എങ്ങനെയാ? സൈസെഫ്രോൾ. അതും ഞാൻ എവിടെ പറഞ്ഞതാ? ഹൈഡ്രോ കാർബൺസ് പാടത്തി പറഞ്ഞതാ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, അത് റെഫർ ചെയ്താൽ മതി. ഇനി അടുത്ത എന്താ? റിയാക്ഷൻ വിത്ത് മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ. രണ്ട് മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാ? ഒന്ന് സോഡിയം, ഒന്ന് മഗ്നീഷ്യം. ആൽക്കൈൽ ഹാലൈഡും സോഡിയം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോ കാർബൺസ് നമ്മൾ പഠിച്ചതല്ലേ, വുഡ്സ് റിയാക്ഷൻ. നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ആൽക്കൈൻ ആയിരിക്കും കിട്ടുക. അതായത് രണ്ട് സോഡിയം പങ്കെടുക്കും, രണ്ട് ആൽക്കൈൽ ഹാലൈഡും, രണ്ട് NaX വെളിപ്പും, എന്നിട്ട് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പും ജോയിൻ ചെയ്യും. ഇനി അൺസിമെട്രിക്കലിന്റെ കേസ് ഞാൻ പഠിപ്പിച്ചതാ. ആൽക്കൈൽ ഹാലൈഡ് R-X എന്തൊക്കെ പ്രോഡക്ട്സ് കിട്ടാം? ഒന്നെങ്കിൽ ഇത് മാത്രം പങ്കെടുത്ത് നമുക്ക് RR കിട്ടാം, അതല്ലെങ്കിൽ ഇത് മാത്രം പങ്കെടുത്ത് R' കിട്ടാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ പങ്കെടുത്ത് RR' കിട്ടാം. ഇത് ഞാൻ ഇവിടെ പഠിച്ച ഹൈഡ്രോ കാർബൺസ് പഠിപ്പിച്ചതാ. ഇനി ആൽക്കൈൽ ഹാലൈഡ് മഗ്നീഷ്യമായിട്ട് റിയേറ്റ് ചെയ്യുന്നു. അന്നേരം ഈ മഗ്നീഷ്യം നടുക്ക് കയറും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? R-MgX എന്ന് പറയുന്ന സാധനം കിട്ടി. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇനി ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിന്റെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, മഗ്നീഷ്യത്തിനാണ് കാർബണേക്കാളും ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ളത്. തിരിച്ചു പറഞ്ഞാൽ കാർബണാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത്. അന്നേരം കാർബൺ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ തന്റെ സൈഡിലേക്ക് വിളിച്ചായിരിക്കും ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ആർക്ക് വരും? കാർബണ് വരും. കാർബണും മഗ്നീഷ്യം നോക്കുകയാണെങ്കിൽ കാർബൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. കാർബൺ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ തന്റെ സൈഡിലേക്ക് വിളിച്ചായിരിക്കും കാർബൺ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, മഗ്നീഷ്യത്തിന് ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്. മഗ്നീഷ്യം ഹാലജനും ആർക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ? ഹാലജൻ തന്റെ സൈഡിലേക്ക് വിളിച്ച് ഇലക്ട്രോൺ പിടിച്ചു വലിക്കും. അതിൽ ഇയാൾക്ക് പിന്നെയും സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, ഇതാണ് ആ ബോണ്ടിന്റെ പ്രത്യേകത. ഇനി ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ, അതായത് വാട്ടർ കണ്ടന്റ് ഉള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് H+ഉം OH- അല്ലേ വാട്ടർ എന്ന് പറയുന്നത്. ഈ മഗ്നീഷ്യം നെഗറ്റീവ് പാർട്ടായിട്ടുള്ള ഹാലജനെയും കൊണ്ടുപോകും, OH-നെയും കൊണ്ടുപോകും. ഓക്കെ അല്ലേ? മിച്ചം എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൽക്കൈൻ കിട്ടി. ഓക്കെ അല്ലേ? കാരണം ആൽക്കൈനെ ഉണ്ടാക്കാൻ വേണ്ടി ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈനെ കിട്ടും. ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കീൻസ്. ഇനി ആ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചില്ലേ? ആ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് ആക്ച്വലി 2 മെക്കാനിസം ഉണ്ട്. ഒന്ന് SN2-ഉം 2 SN1-ഉം. SN2, 2 SN1. ഇതിൻ്റെ നിങ്ങൾക്ക് ഓർക്കേണ്ട കേസൊക്കെ മാത്രമേ ഞാൻ പറയുന്നുള്ളേ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. കാര്യം എന്താ? നമ്മുടെ ബോർഡ് എക്സാം അല്ല, എൻട്രൻസ് ആണ് നോക്കുന്നത്. ഇവിടെ 2 അല്ലേ? അതായത് ആൽക്കൈൽ ഹാലൈഡ് ന്യൂക്ലിയോഫൈലുമായിട്ടുള്ള റിയാക്ഷൻ. ഈ 2 പേരുടെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ റിയാക്ഷൻ അഥവാ SN2 റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് ആൽക്കൈൽ ഹാലൈഡിൻ്റെയും ന്യൂക്ലിയോഫൈലിൻ്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി SN1 ആണെങ്കിലോ ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അതായത് ഒരാളുടെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഈ ഹാലജൻ വരും. ഈ ഹാലജൻ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടുള്ള ബോണ്ട് വീക്കാകാൻ തുടങ്ങും. എന്നിട്ട് ന്യൂക്ലിയോഫൈലുമായിട്ടുള്ള ബോണ്ട് പയ്യെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അന്നേരം ഇതിൻ്റെ കോൺഫിഗറേഷൻ നേരെ തിരിയും. അതായത് SN2 വഴിയാണെങ്കിൽ ഇൻവെർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കും. നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. SN2 ആണെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്? ഇൻവെർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇനി ആൽക്കൈൽ ഹാലൈഡ്
SN1 മെക്കാനിസത്തിലാണെങ്കിൽ ആൽക്കൽ ഹാലൈഡിന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് R+ X- ആയിട്ട് മാറും. R+ എന്ന് പറഞ്ഞാൽ എന്താ? കാർബോക്കേറ്റോൺ. ഏത് കാർബോക്കേറ്റോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ? ടെർഷറി കാർബോക്കേറ്റോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ദെൻ പ്രൈമറി. അതിന് ഏത് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കുന്നത്? ടെർഷറി ആൽക്കൽ ഹാലൈഡ് ആണെങ്കിൽ SN1 കൂടുതൽ നടക്കും. ഓക്കെ, കാര്യം അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാർബോക്കേറ്റോൺ ആണ്. ടെർഷറി കാർബോക്കേറ്റോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ. അതായത് ടെർഷറി കാർബോക്കേറ്റോൺ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഏത് റിയാക്ഷനാണ് നടക്കത്തുള്ളൂ? SN1. അതല്ല, നേരെ തിരിച്ചാണ് എവിടെ? SN2-ൽ. കാര്യം ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞൊരു സാധനം വരും. കാര്യം ടെർഷറി ആൽക്കൽ ഹാലൈഡിനെ കാർബണിന്റെ എണ്ണമൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ സാധനത്തിന്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. കാര്യം റിപ്പൾഷൻ മാക്സിമം. അതുകൊണ്ട് പ്രൈമറിക്ക് ആയിരിക്കും കൂടുതൽ റിയേറ്റഡ് ദാൻ സെക്കൻഡറി ദാൻ ടെർഷറി. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. SN2-ലാണ് രണ്ടിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഇൻവെർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കും. റിയേറ്റഡ് ഓർഡർ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഇങ്ങനെയാണ് പോകുന്നത്. SN1 ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാർബോക്കേറ്റോൺ ആണ്. സ്റ്റെബിലിറ്റി ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ആണ്. അതുകൊണ്ട് ഇതായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ഇനി SN1 റിയാക്ഷൻ വഴി നമുക്ക് കിട്ടുന്ന മിക്സ്ചറിനെ വിളിക്കുന്നത് പേരാണ് റസീമിക് മിക്സ്ചർ. റസീമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇനാൻഷമേഴ്സ് ഈക്വൽ എമൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ അത്തരം മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ്. ഒരു മിക്സ്ചറിൽ രണ്ട് ഇനാൻഷമേഴ്സ് ഈക്വൽ എമൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? റസീമിക് മിക്സ്ചർ എന്ന് വിളിക്കും. രണ്ട് ഇനാൻഷമേഴ്സ് ഈക്വൽ എമൗണ്ടിലുണ്ട് ഒരു മിക്സ്ചർ ഇല്ലെങ്കിൽ നമ്മൾ അത്തരം മിക്സ്ചറിനെയാണ് റസീമിക് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. അത്തരം ഇനി എന്താണ് ഇനാൻഷമർ എന്ന് നമ്മൾ നോക്കട്ടെ. ഇനാൻഷമർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഐസോമറാണ്. അതിൽ ഒരാൾ ഡെസ്ട്രോ റൊട്ടേഷനും കാണിക്കും, മറ്റേ ആൾ ലീവോ റൊട്ടേഷനും കാണിക്കും. ആ ഡെസ്ട്രോ റൊട്ടേഷൻ്റെ ലീവോ റൊട്ടേഷൻ്റെ എമൗണ്ട് സെയിമാണ്, അതായത് ആംഗിൾ സെയിമാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നേ ഉള്ളൂ. കൈറൽ കാർബൺ അഥവാ എസിമെട്രിക് കാർബൺ എന്നൊരു സംഭവമുണ്ട്. കൈറൽ കാർബൺ അഥവാ എസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന്റെ 4 ബാലൻസ് ഉണ്ടല്ലോ. ആ 4 ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഡിഫറൻറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അത്തരം കാർബണെ വിളിക്കുന്നവരാണ് കൈറൽ കാർബൺ അഥവാ എസിമെട്രിക് കാർബൺ. ഇനി രണ്ടെണ്ണം സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സിമെട്രിക് കാർബൺ അഥവാ എന്തെന്ന് വിളിക്കും? സിമെട്രിക് കാർബൺ അഥവാ ഏകൈറൽ കാർബൺ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി ചില കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ ചില കോമ്പൗണ്ട്സിൽ കൂടി നമ്മൾ ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് റൈറ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ നമ്മൾ അത്തരം കോമ്പൗണ്ട്സിനെ വിളിക്കുന്നവരാണ് ഡെസ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ്. ഇനി ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ ലീവോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ്. ഇത് നിങ്ങൾ ഫിസിക്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്, ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഡെസ്ട്രോ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി. ഇനി നമ്മുടെ ഇനേഴ്ഷ്യമർ എന്താണ്? ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും സെയിമാണ്, പക്ഷെ ഒരാൾ ഡെസ്ട്രോ റൊട്ടേറ്ററി, ഒരാൾ ലീവോ റൊട്ടേറ്ററി. അതായത് നമ്മൾ അത്തരം മിക്സ്ചറിൽ കൂടി നമ്മൾ എന്തിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ, ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നെറ്റ് റൊട്ടേഷൻ 0 ആയിരിക്കും. കാര്യം ഒരാൾ റൈറ്റിലോട്ടും ഒരാൾ ലെഫ്റ്റിലോട്ടും, അന്നേരം മ്യൂച്വലി അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇതാണ് സംഭവം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോവരീൻസ് ആണ്. രണ്ട് റിയാക്ഷനാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഒന്ന് ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, ഇപ്പോൾ ടോളുവിയും വല്ലെടുക്കുന്നത് ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്ത് പറ്റുമായിരിക്കും? ഇവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജൻ ഹാലജനോട് ഹൈഡ്രജൻ ഹാലജൻ വെളിയിൽ പോകും. മിച്ചം ഒരു ഹാലജൻ വന്ന് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ ആണല്ലോ. അതൊന്ന് ഓർത്തോ പൊസിഷനിൽ നിന്നാ അല്ലെ പാരാ പൊസിഷനിൽ നിന്നാ. ഈ പാരാ ഐസോമറിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, കാര്യം സിമ്മട്രി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം മെൽറ്റിംഗ് പോയിന്റ് നല്ല ഡിഫറൻസ് ആണ്, ഓർത്തോ ഐസോമറും പാരാ ഐസോമറും. ഇനി ഫ്ലൂറിനുമായിട്ടുള്ള റിയാക്ഷൻ ഭയങ്കര പാടാണ്. കാര്യം ഫ്ലൂറിന് ഈ കാർബണേറ്റ് ഡയറക്റ്റ് കയറി അറ്റാച്ച് ചെയ്യും. ഇവിടെ കയറുന്നതിന് പകരം ഹൈലി റിയാക്ടിവിറ്റി ഓഫ് ഫ്ലൂറിൻ കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഹൈഡ്രജൻ ഹാലൈഡ് ഉണ്ടാകുന്നില്ലേ, അന്നേരം അയഡിനുമായിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഹൈഡ്രജൻ അയഡൈഡ് ആയിരിക്കും കിട്ടുക. അന്നേരം നമ്മൾ നൈട്രിക് ആസിഡ് അല്ലെ HAO4 ഒക്കെ യൂസ് ചെയ്യണം അതിനെ ഓക്സിഡൈസ് ചെയ്ത് കളയാൻ വേണ്ടി. ഇനി അടുത്ത പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്നതാണ് സാൻമേയസ് റിയാക്ഷൻ. നമ്മൾ നോക്കുമ്പോൾ അനിലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ റിങ്ങിനകത്ത് NH2 അറ്റാച്ച് ചെയ്യുന്ന സാധനത്തിനാണ് അനിലിൻ എന്ന് വിളിക്കുന്നത്.
സോഡിയം നൈട്രൈറ്റും ഹൈഡ്രജൻ ഹാലൈഡും ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. അതിന് നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് കിട്ടും. ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. ഇതിനെ കുപ്രസ് ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ നൈട്രജൻ ലെവലിൽ ഇപ്പോൾ മിച്ചമുള്ള ഹാലജൻ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. നമുക്ക് എന്ത് കിട്ടി? ഹാലോവരിയും കിട്ടി. ഇനി അതല്ല, പൊട്ടാസ്യം അയോഡൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമുക്ക് എന്ത് കിട്ടും? അയോഡോ ബെൻസീൻ കിട്ടും. പൊട്ടാസ്യം അയോഡൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അയോഡോ ബെൻസീൻ കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടേ? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോവരീൻസ് ആണ്. അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിനകത്ത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഉണ്ട്. നമ്മുടെ ഹാലോ ആൽക്കീൻസിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇവിടെ പക്ഷേ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എലിമിനേഷൻ റിയാക്ഷന് പകരം. അതിൽ ആദ്യമേ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം എങ്ങനെ സംഭവിക്കുന്നു. ക്ലോറോബെൻസീനെ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡ് അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ HCl അങ്ങ് വെളിയിലോട്ട് പോകും. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പോസിറ്റീവ് ഉള്ള സാധനം വെളിയിലോട്ട് പോകും, ബാക്കി സാധനം ജോയിൻ ചെയ്യും. പിന്നെ ONA വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ അല്ലേ? ഇങ്ങനെ കിട്ടുന്ന സാധനത്തിന് വിളിക്കുന്നത് സോഡിയം ഫീനോക്സൈഡ് ആണ്. ഒരു ഹൈഡ്രജൻ ഹാലൈഡ് പോയി പകരം NA കൊണ്ട് ആ ONA വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന സാധനത്തിന് നമ്മൾ സോഡിയം ഫീനോക്സൈഡ് എന്ന് വിളിക്കും. ഇതിനെ അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് പറ്റും? ഈ സോഡിയം വെളിയിലോട്ടും H അങ്ങോട്ട് കയറും. അതിൽ നമുക്ക് എന്ത് കിട്ടി? ഫീനോള് കിട്ടി. ഈ ബെൻസീൻ റിങ്ങിന് ചുറ്റും ഇലക്ട്രോൺ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. അന്നേരം ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് പോലുള്ള നൈട്രോ ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ബെൻസീൻ റിങ്ങിലെ എന്തിനെ കുറയ്ക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കും. അന്നേരം ന്യൂക്ലിയർ ഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അന്നേരം ഈ റിയാക്ഷൻ തന്നെ നടക്കും, പക്ഷെ കണ്ടീഷൻസ് മൈൽഡായിരിക്കും. അതായത് നൈട്രോ കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്തിനാണ് എളുപ്പമാകും? ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ എളുപ്പമാകും. നൈട്രോ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ നൈട്രോ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും ഈ ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ നടക്കാനുള്ള പോസിബിലിറ്റി ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ട കേസ്, അന്നേരം ഞാൻ പറഞ്ഞ നൈട്രോ ഗ്രൂപ്പിൻ്റെ അളവ് കൂടുന്തോറും ആ റിയാക്ഷൻ നടക്കാനുള്ള പോസിബിലിറ്റി എളുപ്പമായിരിക്കും അല്ലേ? ക്ലോറോബെൻസീൻ ഇവിടെ മൊത്തം എത്ര നൈട്രോ ഉണ്ട്? 3 നൈട്രോ ഉണ്ട്. അതുകൊണ്ട് ഈ റിയാക്ഷൻ വളരെ പെട്ടെന്ന് നടക്കും. നമ്മൾ നേരത്തെ സോഡിയം ഹൈഡ്രോക്സൈഡ് പിന്നെ അസിഡിഫൈ ചെയ്യുക ചെയ്ത്. ഇനിയൊന്നും നമ്മൾ വേണ്ട, ചുമ്മാ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ ക്ലോറിൻ പോകുമ്പോൾ ആര് വരും? OH വരും. എന്നിട്ട് ഈ ഒരു സാധനമായിരിക്കും കിട്ടുക. ഈ ഇതിനെ വിളിക്കുന്ന പേരാണ് 2, 4, 6, 1, 2, 3, 4, 5, 6 അല്ലേ? 2, 4, 6 2, 4, 6 പൊസിഷനിൽ എത്ര നൈട്രോ? 3 നൈട്രോ. 2, 4, 6 ട്രൈ നൈട്രോ ഫീനോള് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഈ സാധനത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിക്രിക് ആസിഡ്. 2, 4, 6 ട്രൈ നൈട്രോ ഫീനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിക്രിക് ആസിഡ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എലിമിനേഷൻ റിയാക്ഷൻ നോക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കണം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ ഹാലോവരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സാധാരണ രീതിയിൽ കാണിക്കാറില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഈ ഹാലോവരീൻ്റെ എന്തുണ്ട്? ഹാലജൻ ഉണ്ട്. ഈ ഹാലജൻ ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ റെസൊണൻസ് അല്ലേ ഈ സാധനം. അന്നേരം ഇവിടെ എന്ത് വരും? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് വരും. ഓക്കെ, പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഈ സാധനം സ്പെക്ട് ചെയ്ത് ഈ Cl വെളിയിലോട്ട് പോകത്തില്ല. ഓക്കെ അല്ലേ? പൊട്ടാൻ പാടായിരിക്കും. അന്നേരം പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉണ്ട് റെസൊണൻസ് മൂലം. പിന്നെ ഉണ്ടാകുന്നത് ഇത് Cl മൈനസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാകുന്നത്? ഫീനൈൽ കാർബോക്കേറ്റോൺ അല്ലേ? അത് അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് എന്ത് കാണിക്കാൻ ചാൻസ് കുറവായിരിക്കും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെ ഹാലോ ആൽക്കേൻസ് ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷനാണ്. ഹാലോ അരീൻ ആണെങ്കിലോ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബൺ സംശയമൊന്നുമില്ലല്ലോ. പേഴ്സൻറ്റേജ് ക്യാരക്ടർ എന്നൊരു ഇവിടെ ആയിരിക്കും കൂടുതൽ. അതായത് ഈ കാർബണിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അന്നേരം പെട്ടെന്ന് ഈ ഹാലജനെ ഇലക്ട്രോണിനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒരു ഹൈബ്രിഡൈസേഷൻ ഡിഫറൻസ്
ഫീനൈൽ കാറ്റയോണിൻ്റെ ഇൻസ്റ്റബിലിറ്റി, പിന്നെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ഈ 3 കാരണങ്ങളുള്ളതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സാധാരണ രീതിയിൽ ആരും കാണിക്കാറില്ല, ഹാലോ വേരിയൻസ് കാണിക്കാറില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയേഷൻസ്. അതിലാദ്യമേ നമുക്ക് നോക്കാനുള്ളത് ഹാലോജനേഷനാണ്. ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഹാലോ വേരിയൻ എടുക്കുക, ഹാലോജനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് എ ലൂറിക് ആസിഡ് അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് വല്ലതുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അതിലെന്ത് പറ്റും? റെസണൻസ് മൂലം എവിടെയൊക്കെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ, ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും, അത് നിങ്ങളുടെ റെസണൻസ് പഠിക്കാതെ പഠിക്കും. അതിന് നമുക്ക് 2 ഐസോമർ കിട്ടും അല്ലേ? 1,2 ഡൈക്ലോറോബെൻസീനും 1,4 ഡൈക്ലോറോബെൻസീനും കിട്ടും. ഇനി നൈട്രേഷൻ. നൈട്രേറ്റ് മിക്സ്ചർ എന്താണെന്ന് അറിയാമല്ലോ. എന്തായിരുന്നു? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും. നമ്മൾ എവിടെ പഠിച്ചതാ? ഹൈഡ്രോകാർബൺസ് പഠിച്ചതല്ലേ? അന്നേരം NO2 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും. എവിടൊക്കെ? പാരയിലും ഓർത്തോയിലും. സിമ്മട്രി കൂടുതലായതുകൊണ്ട് പാര ഐസോമർ ആയിരിക്കും മേജർ. ഇനി സൾഫണേഷൻ. സൾഫണേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാലോ അരീനെ നമ്മൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഒലിവായിട്ട് ട്രീറ്റ് ചെയ്യുക. അന്നേരം എന്ത് പറ്റുമായിരിക്കും? SO3H വന്ന് അറ്റാച്ച് ചെയ്യും. സംശയമൊന്നുമില്ലല്ലോ, നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പോലെ തന്നെ. സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ H2SO7 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അന്നേരം SO3H ഓർത്തയിലും പാരയിലും വന്ന് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഈ സാധനത്തിനെ വിളിക്കുന്നവരാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. ക്ലോറിൻ ഇല്ല, ബാക്കിയുള്ള സാധനത്തിനെ വിളിക്കുന്നവരാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇത് 1, ഇത് 2. അന്നേരം ഇതിൻ്റെ എന്ന് വിളിക്കും 2-ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇതാണെങ്കിലോ 4-ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇനി ഫ്രൈഡക്രാഫ്റ്റ് റിയേഷൻ. ഫ്രൈഡക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. അത് രണ്ടും നമ്മൾ പഠിച്ചതല്ലേ? ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒരു ആൽക്കൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അന്നേരം എന്ത് പറ്റുമായിരിക്കും? ഹാലോ വരീനെ ഒരു ആൽക്കൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അന്നേരം എന്ത് പറ്റും? ആൽക്കൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും. ഒരു ഹൈഡ്രജൻ ഹാലൈഡ് അങ്ങ് വെളിയിക്കും. ഓർത്തോയെന്ന് അല്ലെങ്കിൽ പാരയെന്ന്. അന്നേരം എന്ത് വരും? ഈ സിയിൽ അവിടെ തന്നെ നടക്കും. ആൽക്കൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും. ഒന്നിൽ ഓർത്തോയിൽ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ പാരയിൽ അറ്റാച്ച് ചെയ്യും. ഇതാണ് ഫ്രൈഡക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇനി അസൈലേഷനോ? അസൈൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അതായത് RCO വന്ന് അറ്റാച്ച് ചെയ്യുന്നു അല്ലേ? ഇതാണ് എന്ത്? ഫ്രൈഡക്രാഫ്റ്റ് അസൈലേഷൻ. അതോടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിയേഷൻ വിത്ത് മെറ്റൽസ് ആണ്. അതിൽ നമ്മൾ മെയിൻലി നോക്കേണ്ടത് വുഡ്സ് ഫിറ്റിക്സ് റിയേഷനും ഫിറ്റിക്സ് റിയേഷനും. വുഡ്സ് ഫിറ്റിക്സ് റിയേഷനും ഫിറ്റിക്സ് റിയേഷനും നോക്കാം. ഫിറ്റിക്സ് റിയേഷൻ. ഫിറ്റിക്സ് റിയേഷൻ ഒന്നുമില്ല. നമ്മളൊരു ഹാലോ അരീനെ എടുക്കുന്നു, സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആക്ച്വലി 2 സോഡിയം പങ്കെടുക്കും, 2 ഹാലോ അരീൻ പങ്കെടുക്കും, 2 NaX എന്നിട്ട് വെളിയിൽ പോകും. ഓക്കെ അല്ലേ? അതായത് നമുക്ക് എന്ത് കിട്ടും? ഡൈഫിനൈൽ കിട്ടും. എന്ത് കിട്ടും? ഡൈഫിനൈൽ കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. ഇനി വുഡ്സ് ഫിറ്റിക്സ് റിയേഷൻ എന്ന സാധനമുണ്ട്. വുഡ്സ് റിയേഷൻ എന്താ? ആൽക്കൈൽ ഹാലൈഡിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ആൽക്കൈൽ ഹാലൈഡിനെ. ഫിറ്റിക്സ് റിയേഷനോ? ആൽക്കൈൽ ഹാലൈഡിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതായത് 2 കൂടെ നടക്കുന്നതാണ് വുഡ്സ് ഫിറ്റിക്സ് റിയേഷൻ. അതായത് ആൽക്കൈൽ ഹാലൈഡും നമ്മുടെ ആൽക്കൈൽ ഹാലൈഡും സോഡിയമായിട്ട് റിയേറ്റ് ചെയ്യുന്നു. 2 NaX വെളിയിൽ പോവും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെ വന്ന് ടച്ച് ചെയ്യും? ബെൻസീൻ റിങ്ങിലോട്ട് വന്ന് ടച്ച് ചെയ്യും. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് പോളിഹാലജൻ കോമ്പൗണ്ട്സാണ്. പോളിഹാലജൻ കോമ്പൗണ്ട്സ് നിങ്ങളെ ടെസ്റ്റ് വായിക്കുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം പറയാം, 2-3 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന് CHCl3 ട്രൈക്ലോറോമീഥൈൻ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്ലോറോഫോം. സംശയമില്ല, ഇതിനെ വിളിക്കുന്നവരാണ് ക്ലോറോഫോം. ഈ ക്ലോറോഫോമിന് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു വിഷവാതകം ഉണ്ടാകും. അതിനെ വിളിക്കുന്നവരാണ് ഫോസ്റ്റീൻ. എന്ത് വിളിക്കും? ഫോസ്റ്റീൻ. അത് ഭയങ്കര ടോക്സിക് ആണ്. ഇനി അയഡോഫോം എന്നൊരു സാധനമുണ്ട്. ഇത് അയഡിനെ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സാധനം എന്താണ്? ആൻറ്റിസെപ്റ്റിക് ആണ്. ഓക്കെ, അയഡോഫോം ആൻറ്റിസെപ്റ്റിക് ആണ്. ഈ ഫ്രീയോൺ 12 എന്ന് പറയുന്ന സംഭവമുണ്ട്. ഫ്രീയോൺ 12 അതെന്താണെന്ന് വെച്ചാൽ CCl2F2 റെഫ്രിജറൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഫ്രീയോൺ 12.
ഇനി നമ്മൾ നോക്കേണ്ടത് DDT എന്താണെന്ന് നോക്കണം. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോയിഥേൻ, അതാണ് DDT. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോയിഥേൻ, അതാണ് DDT എന്ന് പറയുന്ന സാധനം. അത് ഇൻസെക്ടിസൈഡായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. അത് ബയോ മാഗ്നിഫിക്കേഷൻ എന്നൊരു സാധനം ഉണ്ടാക്കാം. നിങ്ങൾ ബയോളജി പഠിക്കുന്നില്ലേ, ബയോ മാഗ്നിഫിക്കേഷൻ. അതായത് ആനിമൽ ടിഷ്യൂസിൽ, അതായത് ആനിമൽ ഫാറ്റിൽ ഈ സാധനത്തിൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക, അതാണ് ബയോ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കേ, നമ്മളിനി ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. നമ്മൾ ഈ പാഠത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കവർ ചെയ്തുകൊണ്ട് അത്യാവശ്യം എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഒരു ഹാലോ വരെയും സോഡിയമായിട്ട് റിയേഷൻ നടത്തുന്നു, എന്ത് കിട്ടുമായിരിക്കും? നമ്മൾ അപ്പം തന്നെ ആലോചിക്കണം, 2 മോളിക്കൂൾ പങ്കെടുക്കും, 2 മോളിക്കൂൾ പങ്കെടുക്കും, 2 NaX അങ്ങ് വെളിയിൽ പോകും. എന്നിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഡൈഫിനൈൽ. ആ റിയാക്ഷൻ വിളിക്കുന്നത് ഫിറ്റിക്സ് റിയേഷൻ, സംശയമൊന്നുമില്ലല്ലോ. ആൽക്കൽ ഹൈഡ്രജനും AgCN ആയിട്ട് റിയേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ആൽക്കൽ സൈനാണോ ആൽക്കൽ ഐസോസൈനാണോ? ആൽക്കൽ ഐസോസൈനാണ്. ഞാൻ ഓപ്ഷൻസ് വരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ തരുന്ന തന്നെ മനസ്സിലാവില്ല ഉത്തരവ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഒരു ആൽക്കൽ ഹാലൈഡ് ആൽക്കഹോളിക് KOH ആയിട്ട് റിയേറ്റ് ചെയ്യുന്നു. ആൽക്കഹോളിക് KOH നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്കറിയാം ആൽക്കഹോളിക് KOH എവിടെ കണ്ടാലും എന്തായിരിക്കുക? ബീറ്റ എലിമിനേഷൻ. അതായത് ഇതാണ് ആൽഫ കാർബൺ, ഇത് ബീറ്റ, ഇത് ബീറ്റ. എന്നിട്ട് നോക്കേണ്ട കേസ്, ഒന്നെങ്കിൽ ഈ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും, സംശയമൊന്നുമില്ലല്ലോ. അതായത് CH3 CH2 CH ഡബിൾ ബോണ്ട് CH, ഇവിടുത്തെ ഹൈഡ്രജൻ പോയില്ലേ CH3, ഒന്നെങ്കിൽ ഇത് കിട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബീറ്റ കാർബണിൽ നിന്ന് പോകാം. CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇനി നമ്മൾ നോക്കേണ്ടത് എത്ര ആൽക്കൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഒറ്റ ആൽക്കൽ ഗ്രൂപ്പേ ഉള്ളൂ. ഇവിടെയോ ഒരാൽക്കല്, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ മൊത്തം 2 ആൽക്കല്, ഇവിടെ മൊത്തം 1 ആൽക്കല്. എവിടെ ആൽക്കൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുതൽ? ഇവിടെയാണ്. അന്നേരം ഇതായിരിക്കും ഏത് പ്രോഡക്റ്റ്, ഏത് റോളാണ്? സൈസ് റോൾ. അന്നേരം പ്രോഡക്റ്റ് എന്തായിരിക്കും? മെറ്റേറ്റ് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. എത്രാമത്തെ പൊസിഷനാ? ഡബിൾ ബോണ്ട് 2ാമത്തെ പൊസിഷൻ. പെൻറ്റ് ഇനെന്നല്ലേ ഏറ്റവും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത് SN1 റിയാക്ഷൻ ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും നടത്താൻ പോവുക എന്ന്. SN1 എന്ന് പറഞ്ഞാൽ ഒരാളുടെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. 6 ആൽക്കൽ ഹൈഡ്രേറ്റ്. അതിൽ തന്നെ ടെർഷറിക്കാണ് റിയേറ്റീവ് കൂടുതൽ, ദാൻ സെക്കൻഡറി, ദാൻ പ്രൈമറി. ഇതറിയാം, പ്രൈമറി കാർബണാണ്. അന്നേരം ഇത് പ്രൈമറി ഹാലോൽക്കനാണ്. ഇത് സെക്കൻഡറി കാർബണാണ്, അതുകൊണ്ട് ഇത് സെക്കൻഡറി ഹാലോൽക്കനാണ്. ഇത് ടെർഷറി കാർബണാണ്, അതുകൊണ്ട് ഇത് ടെർഷറി ഹാലോൽക്കനാണ്. ഇത് പ്രൈമറി ഹാലോൽക്കനാണ്. ഏതായിരിക്കും SN1 നടത്തുക? ഇതായിരിക്കത്തില്ലേ? മനസ്സിലായല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ആൽക്കൽ ഹൈഡ്രേറ്റ് വാട്ടറുമായിട്ട് റിയേറ്റ് ചെയ്യുന്നു, എന്ത് കിട്ടുമായിരിക്കും? ഒരു ഹൈഡ്രജൻ ഹാലൈഡ് വിലയിൽ പോവും, പിന്നെ ഒരു OH കൊണ്ട് ആൽക്കഹോൾ കിട്ടും, സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത്, ഇവിടെ ഇത് പ്രൈമറി കാർബണാണ്, ഇത് സെക്കൻഡറി കാർബണാണ്, ഇത് പ്രൈമറി കാർബണാണ്. ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ നടത്തുന്നു. എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാകാം? ഒന്നെങ്കിൽ പ്രൈമറി കാർബണിൽ ഹാലജൻ വരാം, അതിൽ എന്ത് കിട്ടി? CH2Cl CH2CH3. അതല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡറി കാർബണിൽ ഹാലജൻ വരാം, CH3, ആ ഹൈഡ്രജൻ പോകുന്ന പകരം ഹാലജൻ വരുന്നു, CHCl, മിച്ചമുള്ള CH3. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ ഞാൻ ഇവിടെ പഠിപ്പിച്ച ഹൈഡ്രോകാർബൺസിൽ പഠിപ്പിച്ചിട്ടുള്ള. ആൽക്കൽ ഹാലൈഡ് മഗ്നീഷ്യമായിട്ട് റിയേറ്റ് ചെയ്യുന്നു, എന്ത് കിട്ടും? ആൽക്കൽ മഗ്നീഷ്യം ഹാലൈഡ് എന്ന ഒരു ഗ്രാം റിയേജന്റ്, അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇനി ക്ലോറോബെൻസീനെ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. അതിന് എന്ത് പറ്റും? ആദ്യം ONA ഇവിടെ വരും അല്ലേ, പിന്നെ അസിഡിഫൈ ചെയ്യാൻ എന്തായി? അത് H ആയിട്ട് മാറും, അതായത് നമുക്ക് എന്ത് കിട്ടി? OH ആയിട്ട് മാറും, അതായത് ഫീനോള് കിട്ടി, സംശയമൊന്നുമില്ല. ഇനി നമ്മുടെ ഹാലോ വരി സോഡിയവും ഒരു ആൽക്കൽ ഹാലൈഡുമായിട്ട് റിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ റിയാക്ഷൻ്റെ പേരെന്താണ്? അതാണ് നമുക്ക് വേണ്ടത്. 2 NaX അല്ലേ വിലയിൽ പോകുന്നത്? 2 NaX വിലയിൽ പോകും. എന്നിട്ട് ആൽക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ ആയിരിക്കും കിട്ടിയത്. നമ്മളോട് യൂഷ്വലി ചോദിക്കാറ്, ഒരു ഹാലോ അരിനെ ഒരു ഹാലോ ആൽക്കനെ തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ഏത് റിയാക്ഷൻ വഴി നമുക്കതിനെ ഒരു ആൽക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീനാക്കാമെന്ന് ചോദിക്കാറുണ്ട്. അന്നേരം അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? വുഡ്സ്-ഫിറ്റിക്സ് റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ പേര് യൂഷ്വലി ചോദിക്കാറുണ്ട്. ആൽക്കൽ ഹാലൈഡും ഒരു ആൽക്കൽ ഹാലൈഡ് തന്നോ ഇങ്ങനെ നമുക്ക് ഒരു ആൽക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ ഉണ്ടാക്കാമെന്ന് ചോദിക്കാറുണ്ട്. ഇനി ആൽക്കൽ മഗ്നീഷ്യം ഹാലൈഡ് വാട്ടറുമായിട്ട് റിയേറ്റ് ചെയ്താൽ എന്ത് പറ്റുമെന്ന്? MgOHX വിലയിൽ പോകത്തില്ലേ? മിച്ചം ഒരു ഹൈഡ്രജൻ ഉണ്ട്, നമുക്ക് എന്ത് കിട്ടി? ഹൈഡ്രോകാർബൺ അഥവാ ആൽക്കൻ കിട്ടി.